നമസ്കാരം. NRIസിന് പൊതുവെ എല്ലാവരും താല്പര്യപ്പെടുന്നത് ഗ്യാരണ്ടീഡ് ആയിട്ടൊരു പെൻഷൻ. അവർ നാട്ടിൽ ഗൾഫിൽ ഇത്ര കാലം വർക്ക് ചെയ്തു, നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ഓരോ മാസവും ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള, നമുക്കറിയാം ഓരോ ദിവസവും നമുക്ക് പല രീതിയിലുള്ള എക്സ്പെൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഒരു ബൾക്ക് എമൗണ്ട് അല്ലാതെ മന്ത്ലി വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റിയ പെൻഷൻ ഇതെല്ലാവരും ചോദിക്കുന്നത്, പ്രത്യേകിച്ച് NRIs. അവർക്ക് വേണ്ടിയുള്ളൊരു പ്ലാനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBI ലൈഫിൻ്റെ ഗ്യാരണ്ടീഡ് പെൻഷനായ SBI ലൈഫ് സ്മാർട്ട് പ്ലാറ്റിന സുപ്രീം എന്നൊരു പദ്ധതി. ഇതിൽ എത്ര ചെറിയ എമൗണ്ട് വേണമെങ്കിലും അടയ്ക്കാമെങ്കിലും നമുക്കൊരു മാന്യമായ ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുമ്പോൾ നമുക്കൊരു പെൻഷനായിട്ട് കിട്ടുള്ളൂ. ഇതിൽ 50,000 രൂപയാണ് മിനിമം എങ്കിലും നമുക്ക് ചെറിയ എമൗണ്ട് അടയ്ക്കേണ്ടതുണ്ട്. അടയ്ക്കുന്നത് 7 കൊല്ലമോ 8 കൊല്ലമോ 9 കൊല്ലമോ നമുക്ക് തിരഞ്ഞെടുക്കാം. ബാക്കി ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം. ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത് 45 വയസ്സുള്ള ഒരു വ്യക്തി 5 ലക്ഷം രൂപ വെച്ചിട്ട് അടയ്ക്കുന്ന ഒരു രീതിയിലാണ്. 45 വയസ്സുള്ള ഒരു ആൾ പെൻഷനിലേക്ക് വേണ്ടി ഒരു വർഷം 5 ലക്ഷം രൂപ വെച്ച് അടയ്ക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ ഒരു വർഷം 5 ലക്ഷം രൂപ, അതിൻ്റെ GST ഉൾപ്പെടെ ആദ്യത്തെ വർഷം 5,22,500 രൂപ അടയ്ക്കുന്നു. പിന്നെ രണ്ടാമത്തെ കൊല്ലം മുതൽ 5,11,250 രൂപ അടച്ചാൽ മതി. ഞാനിവിടെ 5 ലക്ഷം രൂപ മുകളിൽ കാണിക്കാതെ, കാരണം 5 ലക്ഷം രൂപ വരെ ഈ പ്ലാനിൽ അടയ്ക്കുന്നവർക്ക് തിരിച്ചെടുക്കുമ്പോൾ 100% ടാക്സ് ഫ്രീ ആണ്. ടാക്സ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഇവിടെ നമ്മൾ നോക്കൂ, ഇത് ഞാൻ കാണിക്കുന്നത് SBI ലൈഫിൻ്റെ ഓതറൈസ്ഡ് ഡോക്യുമെൻ്റ് ആണ്. ഓതറൈസ് അവിടെ സൈറ്റിൽ നിന്ന് ഒരു കസ്റ്റമർക്ക് വേണ്ടി അയക്കുന്ന ഇല്ലസ്ട്രേഷൻ തന്നെയാണ്. യാതൊരു വിധത്തിലുള്ള ബാഹ്യ ഇടപെടലൊന്നുമില്ല. 5 ലക്ഷം രൂപ വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7 കൊല്ലം അടയ്ക്കുന്നു. 7 കൊല്ലം അടച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണുന്നവർ 8, 9, 10 കൊല്ലം അടയ്ക്കേണ്ടതുമില്ല, പിന്നെ എടുക്കാനും പറ്റില്ല. 10ാമത്തെ കൊല്ലം, അതായത് അടച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട്, ഫോർ എക്സാമ്പിൾ 45 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ 55 വയസ്സ് മുതൽ അദ്ദേഹത്തിന് 3,21,272 രൂപ വർഷത്തിൽ എല്ലാ വർഷവും കൃത്യമായിട്ട് അത് അടുത്ത 14 കൊല്ലം 3,21,272 രൂപ കിട്ടും. അത് മന്ത്ലി ആണ് എടുക്കുന്നതെങ്കിൽ ഒരു മാസം 26,772 രൂപ മന്ത്ലി ആയിട്ട് എടുക്കാം. അങ്ങനെ ചുരുക്കം പറയുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വെച്ച് അദ്ദേഹം 7 കൊല്ലം 35 ലക്ഷം രൂപ അദ്ദേഹം 7 കൊല്ലം കൊണ്ട് അടയ്ക്കുന്നുള്ളൂ, 3 കൊല്ലം അടയ്ക്കുന്നില്ല. പിന്നീടുള്ള 11ാമത്തെ കൊല്ലം മുതൽ അടുത്ത 14 കൊല്ലം വരെ 3,21,272 എല്ലാ കൊല്ലവും കിട്ടും. 15ാമത്തെ കൊല്ലം അദ്ദേഹത്തിന് കിട്ടുന്നത് 41,71,272 രൂപ ഒറ്റ ലംസമായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പെൻഷൻ വർക്ക് ചെയ്യുന്നത്. ഇതിൽ യാതൊരു വിധത്തിലുള്ള ടാക്സോ ഈ എമൗണ്ടിൽ കാണുന്ന കൂടുമില്ല കുറവുമില്ല. 100% ഗ്യാരണ്ടീഡ് ആയിട്ട് മെച്യൂരിറ്റി സർട്ടിഫിക്കറ്റ് എഴുതി തരുന്ന പദ്ധതിയാണ്. അത് ഇവിടെ മൊത്തം അവർ അടയ്ക്കുന്നത്, ഒരു കസ്റ്റമർ 5 × 7 കൊല്ലം 35 ലക്ഷം രൂപയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് മൊത്തം ഇങ്ങനെ 3,21,000 × 14 പ്ലസ് ഈ 41 ലക്ഷം രൂപയും കൂടുമ്പം ഏകദേശം അല്ല 89,40,352 രൂപ അദ്ദേഹത്തിന് മൊത്തം കിട്ടുന്നു. അടയ്ക്കുന്ന പൈസ 35 ലക്ഷം, കിട്ടുന്ന പൈസ 89,40,352 രൂപ കിട്ടുന്നു. ശ്രദ്ധിക്കണം, അദ്ദേഹം ഇത് കിട്ടാൻ ഇത്രയും കൊല്ലം കാത്തു നിൽക്കേണ്ടതില്ല. 11ാമത്തെ കൊല്ലം മുതൽ അവരുടെ മെച്യൂരിറ്റി മീൻസ് പെൻഷൻ പേയോട്ട് തുടങ്ങിയാണ്. അത് മാത്രമല്ല അടയ്ക്കുന്ന കാലഘട്ടം വരെ അവർക്ക് 55 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. അതായത് 5 ലക്ഷം രൂപ അടയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും റിസ്ക് സംഭവിച്ചാൽ അടച്ച പൈസയെല്ലാം 55 ലക്ഷം രൂപ നോമിനിക്ക് കൊടുക്കേണ്ട ഒരു പദ്ധതിയും കൂടിയാണ്. തീർച്ചയായും ഒരു NRI അല്ലെങ്കിൽ ബിസിനസ്സുകാരെ, പെൻഷൻ ഇല്ലാത്ത ഒരാൾക്ക് ഗവൺമെൻറ് പെൻഷൻ പോലെ കൃത്യമായി വാങ്ങാൻ പറ്റുന്ന പെൻഷനാണ്. തീർച്ചയായും ഇതിലൊരു കരുതൽ വേണ്ടതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇതിൽ ചേരാനും എന്നെ ബന്ധപ്പെടാം. താങ്ക്